കാഴ്ചയില്ലെങ്കിലും ഭാവി കാണാനുള്ള കാഴ്ചയുണ്ടായിരുന്നു ബൾഗേറിയയിലെ പർവ്വത ഗ്രാമത്തിൽ ജനിച്ച അന്ധയായ ജ്യോതിഷിയും പ്രവാചകിയുമായ ബാബ വങ്കയ്ക്ക്. വങ്ക പ്രവചിച്ചതിൽ 85% ശരിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ലോകം ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നത് വങ്കയുടെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു പ്രവചനമാണ്. 2025 ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ വലിയൊരു യുദ്ധഭീഷണി ഉയരുമെന്നും ഒരു ശക്തിയുള്ള രാഷ്ട്രം അതിനെ ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ ശക്തമായ മറുപടി നൽകുമെന്നും ആണവയുദ്ധ ഭീഷണി ലോകത്തെ ഞെട്ടിക്കുമെന്നും വങ്ക പ്രവചിച്ചിട്ടുണ്ട്. കാശ്മീരിൽ ഇപ്പോഴുണ്ടായ ഭീകരാക്രമണം ഈ പ്രവചനം യാഥാർത്ഥ്യമാക്കുമോ എന്ന ഭയം വളർത്തുന്നു. 1996 അന്തരിച്ച ബാബ വങ്ക ബൾഗേറിയയിൽ ഭാവി പ്രവചനം നടത്തിയിരുന്ന വ്യക്തിയാണ്. 12-ാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടതിനെ തുടർന്ന് തനിക്ക് ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ കാണാൻ സാധിച്ചിരുന്നതായി ബാബ വങ്ക അവകാശപ്പെട്ടിരുന്നു. ബാൽക്കണിലെ നോസ്ട്രാഡാമസ് എന്നറിയപ്പെടുന്ന വങ്ക 5079 ലോകം അവസാനിക്കുമെന്നും പ്രവചിച്ചിട്ടുണ്ട്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശവും അതുപോലെ തന്നെ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണവും വങ്ക കൃത്യമായി പ്രവചിച്ചിരുന്നു. 1986 ചെർണോബിൽ ന്യൂക്ലിയർ ദുരന്തം, അതുപോലെ 1997 ഡയാന രാജകുമാരിയുടെ മരണവും ഒക്കെ ബാബ വങ്ക പറഞ്ഞിരുന്നതായിരുന്നു. ഇനി ഇന്ത്യയെക്കുറിച്ച് വങ്ക പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ വലിയൊരു ആഗോള ശക്തിയാവുമെന്നും സാമ്പത്തിക സാങ്കേതിക രംഗത്ത് ഇന്ത്യ ശക്തമാകുമെന്നും ബാബ വങ്ക പറയുന്നുണ്ട്. എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥ മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുമെന്നും പറയുന്നു. ഇന്ത്യ ആത്മീയതയുടെ കേന്ദ്രമാകുമെന്നും ലോകത്തെ ശാന്തിയിലേക്കും ആത്മീയതയിലേക്കും നയിക്കുന്ന ഒരു പ്രധാന ശക്തിയായി ഇന്ത്യ മാറുമെന്നും വങ്ക പറഞ്ഞിട്ടുണ്ട്. ഏഷ്യയിലെ തെക്കൻ രാജ്യത്തുണ്ടാകുന്ന ഒരു യുദ്ധത്തെക്കുറിച്ചും വങ്ക പറയുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യ ഒരു തെക്കൻ ഏഷ്യൻ രാജ്യമാണ്. പക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണോ അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലാണോ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് വങ്ക എവിടെയും പറഞ്ഞിട്ടില്ല. ആ ഒരു സ്ഥിതിക്ക് നിലവിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരിക്കുമോ വങ്ക പറയുന്ന ഈ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവുന്നുണ്ട്. പക്ഷെ വങ്കയുടെ പ്രവചനങ്ങളിൽ ആധികാരികതയൊന്നുമില്ലെന്നും ശാസ്ത്രീയമായ തെളിവുകൾ ഇല്ലെന്നുമാണ് വിമർശകർ അഭിപ്രായപ്പെടുന്നത്. നമുക്കറിയാം നിലവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വളരെ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ക്രൂരമായ ഭീകരാക്രമണത്തിന് പിന്നാലെ അതിന് പിന്തുണ നൽകിയതായി ഇന്ത്യ വിശ്വസിക്കുന്ന പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബൈസാരൻ വാലിയിൽ സഞ്ചാരികളെ ലക്ഷ്യമാക്കി നടന്ന ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നിരോധിത സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടന ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ കടുത്ത തീരുമാനം. നീയൊക്കെ എവിടെ പോയി ഒളിച്ചാലും കണ്ടെത്തി തിരിച്ചടി നൽകിയിരിക്കുമെന്നുള്ള നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശാസനം ഇന്ത്യയുടെ ശക്തമായ നിലപാടാണ് കാണിക്കുന്നത്. ഈ ഒരു ഒറ്റ വാചകം മതി എല്ലാ ഇന്ത്യൻ പൗരന്മാരും ഒറ്റക്കെട്ടായി നിൽക്കാൻ. സ്വന്തം ജനങ്ങളുടെ നിലവിളി കേൾക്കുമ്പോഴുണ്ടാകുന്ന സങ്കടവും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ പിന്നീട് അങ്ങോട്ട് മോദിജി സ്വീകരിച്ച ശക്തമായ നടപടികൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ലഷ്കർ ഇ തൊയ്ബയുടെ കമാൻഡറായ അൽതാഫ് ലല്ലിയെ സൈന്യം വധിക്കുകയും അതുപോലെ തന്നെ കാശ്മീരികളായ ചില ഭീകര പ്രവർത്തകരുടെ വീടുകൾ തകർക്കുകയും ചെയ്തു. പാകിസ്ഥാൻ നടത്തുന്ന ഏതൊരു നീക്കത്തെയും ചെറുക്കാൻ രാജ്യം ജാഗ്രതയോടെ മുന്നോട്ട്. 1960 സിന്ധു നദീജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാന് വെള്ളം നൽകുന്നത് ഇന്ത്യ അങ്ങ് നിർത്തി. വേനൽക്കാലത്ത് സ്വീകരിച്ച ഈയൊരു നടപടി പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ്. യുദ്ധ സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ട് പോലും ഇരു രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈ ഒരു കരാർ മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ ഈ ഒരു കടുത്ത നീക്കം പാകിസ്ഥാന്റെ കൃഷിയെയും ജലവിതരണത്തെയും ശക്തമായി ബാധിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം പാകിസ്ഥാനിലെ കൃഷിയുടെ ഏകദേശം ഒരു 80% ഈ ഒരു സിന്ധു നദിയിൽ നിന്നുള്ള ജലത്തെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു കരാറിന് ഒരു ഔദ്യോഗിക അവസാന തീയതിയില്ല. കൂടാതെ ഒരു തരം ഏകപക്ഷീയമായ പിൻവലിക്കൽ വ്യവസ്ഥയുമില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു നീക്കം അന്താരാഷ്ട്ര തലത്തിൽ നിയമപരമായും രാഷ്ട്രീയപരമായും വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്.
അടുത്തത് ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ, സൈനിക, നാവിക, വ്യോമ ഉപദേഷ്ടാക്കളെ ഇന്ത്യ പുറത്താക്കി. ഇന്ത്യ വിട്ടുപോകാൻ ഇവർക്ക് ഒരാഴ്ച സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. അതേസമയം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്നും പ്രതിരോധ, നാവിക, വ്യോമ ഉപദേഷ്ടാക്കളെ ഇന്ത്യ പിൻവലിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, അട്ടാരി വാഗ ചെക്ക് പോസ്റ്റ് അടയ്ക്കുകയും ചെയ്തു. പാകിസ്ഥാൻ പൗരർക്ക് ഇനി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ അനുവാദവുമില്ല. ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാർ 48 മണിക്കൂറിനകം രാജ്യം വിടണമെന്നും മെയ് 1 മുതൽ പാകിസ്ഥാൻ ഇന്ത്യൻ ഹൈക്കമ്മീഷനുകളിലെ അംഗസംഖ്യ നിലവിലുള്ള 55-ൽ നിന്നും 30-ആയി കുറയ്ക്കുമെന്നും പറയുന്നുണ്ട്. അട്ടാരി വാഗ പതാക ഇറക്കൽ ചടങ്ങ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പരസ്പരം ആദരവും ദേശീയതയും സൂചിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. അതായത് എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ ഒരു പതാക ഇറക്കൽ ചടങ്ങ് നടത്തിയിട്ട് കൈ കൊടുത്ത് പിരിയാറുണ്ട്. അതായത് പാകിസ്ഥാൻ ബോർഡറിൽ നിൽക്കുന്നതും ഇന്ത്യൻ ബോർഡറിൽ നിൽക്കുന്നതുമായിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ പതാക ഇറക്കി കെട്ടുകയും അതുപോലെ കൈ കൊടുത്ത് അവർ ആ ഒരു ചടങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രാത്രിയിൽ അതിർത്തി അടയ്ക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ആ ഒരു ബോർഡറാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സാമൂഹിക സാംസ്കാരിക ഐക്യത്തിൻ്റെ സൂചകമായിരുന്നു ഈ ഒരു ചടങ്ങ് എന്നാണ് പറയുന്നത്. പക്ഷേ അതൊക്കെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. സൈനികരും ഭീകരരും തമ്മിൽ ഇടയ്ക്കിടെ ഉണ്ടാവുന്ന ഏറ്റുമുട്ടൽ ഒഴികെ കാശ്മീർ സമാധാനം എന്തെന്ന് അറിഞ്ഞു വരുന്ന ഒരു സമയമായിരുന്നു. കാരണം കഴിഞ്ഞ വർഷമൊക്കെ എൻ്റെ ചില ഫ്രണ്ട്സ് കാശ്മീർ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇതിനു മുമ്പ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പണ്ടൊക്കെ പോകുമ്പോൾ സ്ഥലങ്ങൾ പലതും കാണാൻ പറ്റാതെ മടങ്ങി വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ പോയപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ സമാധാനത്തോടെ പേടി കൂടാതെ നടന്ന് സ്ഥലങ്ങൾ കാണാൻ പറ്റി. ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ചെക്കിംഗ് ഒന്നും അങ്ങനെ കാര്യമായിട്ടില്ല. അതുപോലെ പണ്ട് പോകുമ്പോൾ എല്ലായിടത്തും തോക്കുമേന്തി നിൽക്കുന്ന സൈനികരായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല. കാര്യങ്ങൾ വളരെ സമാധാനപരമായി മാറിയിരിക്കുകയാണ് അവിടുത്തെ കാര്യങ്ങൾ. കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം എപ്പോഴും നമ്മൾ പത്രങ്ങളിലൊക്കെ മുൻ പേജിൽ തന്നെ നമ്മൾ കാണുന്നത് കാശ്മീരിലെ പ്രശ്നങ്ങളും വെടിവെപ്പും ഒക്കെ ആയിരുന്നു. എത്രയോ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ വായിച്ച് സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം അവിടെ വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. ഈ ഒരു അന്തരീക്ഷത്തെ തന്നെയാണ് ഇപ്പോൾ ഭീകരവാദികൾ മുതലെടുത്തിരിക്കുന്നത്. കാരണം അവിടെ ഒരു സുരക്ഷാ സംവിധാനത്തിന് വന്ന ഒരു പിഴവ് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് എന്നൊരു വാർത്തയും വരുന്നുണ്ട്. ഈ ഒരു സമാധാനപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് തീവ്രവാദികൾ അതില്ലാതാക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം അഴിച്ചുവിട്ടത്. നമുക്കറിയാം, രാജ്യം ഇന്ന് വളരെയധികം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ സൈനികർ സ്വന്തം ജീവൻ പണയം വെച്ച് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവിടെ നിന്ന് പ്രവർത്തിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളൊക്കെ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട്, വേദനിക്കുന്നുണ്ടാവും, അവരെ ഓർത്ത് പേടിക്കുന്നുണ്ടാവും. അവർക്കൊന്നും ഒരു ആപത്തും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകരാജ്യങ്ങളൊക്കെ ഇന്ത്യക്കൊപ്പം ഉണ്ടെങ്കിലും മറ്റൊരു റഷ്യയും യുക്രൈനും അല്ലെങ്കിൽ പാലസ്തീനും ഇസ്രയേലും പോലെയൊന്നും ഇന്ത്യയും പാകിസ്ഥാനും ആകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.